ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിനെയും കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 10ാം നമ്പർ ബ്ലോക്കിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളും സജീവമാവുകയാണ്. ചുമ്മാ അങ്ങ് ചാടിപ്പോകാൻ പറ്റുന്ന ബ്ലോക്കല്ല 10ാം നമ്പർ കെട്ടിടം. സംസ്ഥാനത്തെ ആദ്യത്തെ സെൻട്രൽ ജയിലിലാണ് കണ്ണൂരിലേത്. 1863 മദ്രാസ് പ്രവിശ്യയിലാണ് ജയിൽ സ്ഥാപിതമാകുന്നത്. പനോപ്റ്റിക്കൽ മാതൃകയിലാണ് നിർമ്മിതി. 36 ഏക്കറിലായാണ് ജയിലും അനുബന്ധ കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. യൂട്ടിലിറ്റി തിയറി അടിസ്ഥാനമാക്കിയാണ് നിർമ്മാണം. 16 വർഷം വേണ്ടി വന്നു ജയിൽ കെട്ടിടം പൂർത്തിയാക്കാൻ. സെൻട്രൽ വാച്ച് ടവറിനെ അസോസിയേറ്റ് ചെയ്താണ് ബ്ലോക്കുകൾ. ജയിലിനുള്ളിലെ ജയിൽ എന്ന് അറിയപ്പെടുന്നതാണ് 10ാം നമ്പർ ബ്ലോക്ക്. അത്ര കണ്ടാണ് സുരക്ഷാ പ്രാധാന്യം. ചതുരാകൃതിയിലാണ് ബ്ലോക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്ലോക്കിന് മാത്രമായി മതിൽക്കെട്ടുണ്ട്. CCTV ക്യാമറ നിരീക്ഷണം വേറെ. ഇതിനും പുറമെയാണ് രാത്രി 3 തവണ നടക്കേണ്ട പട്രോളിംഗ്. ഈ സംവിധാനങ്ങളെല്ലാം ഗോവിന്ദച്ചാമി ജയിൽ ചാടി പോകുമ്പോൾ നാണം കെട്ട് നിൽപ്പുണ്ട്. ഇതുമാത്രമല്ല, രാവിലെ സെല്ല് തുറക്കുമ്പോഴും വൈകിട്ട് അടയ്ക്കുമ്പോഴും അഴികളുടെ ബലം പരിശോധിക്കണം. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പല ദിവസങ്ങളിലായി കമ്പി മുറിച്ചിരുന്നുവെങ്കിലും ബലപരിശോധനയിൽ അതൊന്നും കണ്ടെത്താനാകാതെ പോയി. ചതുരാകൃതിയിലുള്ള 10ാം ബ്ലോക്കിൻ്റെ 4 ചുറ്റുമായാണ് സെല്ലുകൾ. സെല്ലുകളിൽ 1-2 പേർ മാത്രം, പരമാവധി 3. കൊടും കുറ്റവാളികളെയോ സഹതടവുകാരെ ഉപദ്രവിക്കുന്നതടക്കമുള്ള അക്രമകാരികളെയോ ഒക്കെയാണ് 10ാം നമ്പർ ബ്ലോക്കിൽ പാർപ്പിച്ചിരിക്കുന്നത്. വാച്ച് ടവറിനും ബ്ലോക്കുകൾക്കുമിടയിലായി സർക്കുലർ റോഡുണ്ട്. സെല്ലിൽ നിന്ന് ആദ്യം ഈ റോഡിലേക്കാണ് ഗോവിന്ദച്ചാമി ഇറങ്ങിയത്. കോമ്പൗണ്ടിൽ തന്നെയുള്ള ക്വാറന്റൈൻ ബ്ലോക്ക് 2 നില കെട്ടിടമാണ് ഈ ക്വാറന്റൈൻ മന്ദിരം. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്നു. തീർത്തും ആളൊഴിഞ്ഞ പ്രദേശം. ഇതിന് പരിസരത്തു കൂടി പോയാൽ പ്രധാന മതിൽക്കെട്ടിന് അടുത്തെത്താം. പോകുന്ന വഴിയിൽ മാനുഫാക്ചറിംഗ് ബ്ലോക്കുണ്ട്. തടവുകാരെ കൊണ്ട് നെയ്ത്ത്, ആശാരിപ്പണി, കൊല്ലപ്പണി എന്നിവ ചെയ്യിക്കുന്ന കെട്ടിടം. എന്നാൽ ഇപ്പോൾ അത്ര സജീവമല്ല. ഇവിടെയും ആൾ സഞ്ചാരം കുറവ്. നേരം വൈകിയാൽ തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഈ പ്രദേശം കടന്നു കിട്ടിയാൽ പ്രധാന മതിൽക്കെട്ടിനടുത്തായി. മാനുഫാക്ചറിംഗ് ബ്ലോക്കിൽ നിന്ന് പഴയ ഹാക്സോ ബ്ലേഡ് മറ്റൊരാൾ വഴി സംഘടിപ്പിക്കുകയായിരുന്നു. ജയിൽ ചാട്ടത്തിനുള്ള തുണികൾ സംഘടിപ്പിച്ചതും ആസൂത്രിതമായാണ്. 1 വർഷം ഒരു തടവുകാരന് 2 ജോഡി വസ്ത്രങ്ങൾ ലഭിക്കും. പുറമെ ഒരു ബെഡ്ഷീറ്റും. ഇതുകൂടാതെ ഗോവിന്ദച്ചാമി തുണികൾ സംഘടിപ്പിച്ചു. ശിക്ഷ കഴിഞ്ഞ് പോകുന്നവർ ഉപേക്ഷിച്ച വസ്ത്രങ്ങളാണ് കൂട്ടിക്കെട്ടി മതിൽ ചാടാൻ ഉപയോഗിച്ചത്. വസ്ത്രങ്ങൾ ശേഖരിച്ചു വെച്ചതും കണ്ടെത്താൻ സാധിക്കാതെ പോയി. ശബ്ദം പുറത്തു വരാതിരിക്കാൻ മഴ സമയത്തായിരുന്നു കമ്പി മുറിക്കൽ. ആരോഗ്യസ്ഥിതി മറയാക്കി ജയിൽ ചാട്ടത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലും ഗോവിന്ദച്ചാമി വിജയിച്ചു. ചോറ് പൂർണ്ണമായും ഉപേക്ഷിച്ച് ചപ്പാത്തിയിലേക്ക് ഭക്ഷണക്രമം മാറ്റിയിരുന്നു. ഇങ്ങനെ ശരീരഭാരം പരമാവധി കുറച്ചു. മതാചാരം പിന്തുടർന്നവർക്ക് 2 സെൻറ്റിമീറ്റർ വരെ താടി വളർത്താൻ ജയിലിൽ അനുവാദമുണ്ട്. മെഡിക്കൽ ഗ്രൗണ്ട് അനുകൂലമാക്കി ഗോവിന്ദച്ചാമി താടി വളർത്തുകയായിരുന്നു. ഇതിന് പിന്നിലെ ലക്ഷ്യം ജയിൽ ചാടിക്കഴിഞ്ഞാൽ തന്നെ തിരിച്ചറിയാതിരിക്കുക എന്നതായിരുന്നു. ലാറ്ററൈറ്റ് സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ച ഏകദേശം 8 മീറ്റർ ഉയരമുള്ള മതിലാണ് ചാടിക്കടന്നത്. മതിലിന് മുകളിലെ ഫെൻസിങ്ങിൽ വൈദ്യുത പ്രവാഹം ഇല്ലാതിരുന്നതും ജയിൽ ചാട്ടത്തിന് സഹായകമായി. ഇത് ആദ്യമായല്ല കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്കിൽ നിന്ന് ചാട്ടം നടക്കുന്നത്. 2012 ഇതേ ബ്ലോക്കിൽ നിന്ന് സീരിയൽ കില്ലർ റിപ്പർ ജയാനന്ദനും സഹതടവുകാരൻ റിയാസും ചാടിപ്പോയിരുന്നു. പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റപ്പെട്ട റിപ്പർ 2013 അതീവ സുരക്ഷാ ബ്ലോക്കായ UTBയിൽ നിന്നും ചാടിപ്പോയിരുന്നു. ഗോവിന്ദച്ചാമി ജയിൽ ചാടുമ്പോൾ കണ്ണൂർ ജയിലിലെ സുരക്ഷാ സംവിധാനം മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ചാട്ടത്തിന് ആരുടെയൊക്കെ പിന്തുണ ലഭിച്ചു എന്ന ചോദ്യം കൂടി ഉയരുകയാണ്.